മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10-15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല. എവിടെ കിടന്ന് നിൽക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര ചമ്പവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞാൻ വിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി ഏതെങ്കിലും ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്നവരുന്ന എല്ലാവരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. നിങ്ങൾ ഇപ്പൊ കണ്ട വീഡിയോ ആക്ട്രസ് മഞ്ജു പിള്ളയുടെ മകള് ഇൻസ്റ്റഗ്രാമിൽ ഇട്ടൊരു പോസ്റ്റിനെതിരായി വന്നൊരു റിയാക്ഷൻ വീഡിയോ ആണ് നമ്മളിപ്പോൾ കണ്ടത്. റിയാക്ഷൻ ചെയ്ത ആളെയും ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും. ഇതുപോലെ യൂട്യൂബിലൊക്കെ തനിക്ക് ദഹിക്കാത്ത കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യുന്ന ഷഫീന ബീവി. ഞാൻ അങ്ങനെ റിയാക്ഷൻ വീഡിയോസ് ഒന്നും ചെയ്യുന്ന ആളല്ല. ഇതെന്റെ ഫസ്റ്റ് വീഡിയോ ആണ്. പക്ഷെ ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ പറയാതിരിക്കും? വേറൊന്നുമല്ല, നിങ്ങൾക്ക് സാമാന്യ ബോധമില്ലേ പെണ്ണുമ്പിള്ളേ? ഏ ഒരാൾ എന്ത് വസ്ത്രം ധരിക്കണം അല്ലെങ്കിൽ ആൾ എന്ത് പോസ്റ്റ് ഇടണം എന്ന് അവരാണ് തീരുമാനിക്കുന്നത്. അതിന് നിങ്ങൾക്ക് എന്താണ്? നിങ്ങളിപ്പോൾ റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നതിനോ എന്തെങ്കിലും ഒരു കാര്യത്തിന് അഭിപ്രായം പറയുന്നതിനൊന്നും ഒരു തെറ്റുമില്ല. പക്ഷേ സാമാന്യ മര്യാദ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, അത് കുറച്ചെങ്കിലും പാലിക്കണം. പുറത്തുള്ള ചില രാജ്യങ്ങളിലൊക്കെ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നതിന് കുറച്ച് ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. 18 വയസ്സിന് ശേഷമുള്ള ആൾക്കാർക്ക് മാത്രമേ ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യാൻ പറ്റൂ എന്നൊക്കെ. പക്ഷെ നമ്മുടെ നാട്ടിൽ അങ്ങനെ അല്ല. കുഞ്ഞു മക്കൾ തൊട്ട് മരിക്കാൻ കിടക്കുന്ന ആൾക്കാർ വരെ ഈ സോഷ്യൽ മീഡിയക്ക് അകത്താണ് വിറ്റടക്കുന്നത്. വയസ്സായവരെ വിട്ടേക്ക്, കുഞ്ഞു മക്കളൊക്കെ കാണുന്നില്ല. നിങ്ങൾ എന്തൊക്കെ വൃത്തികേടുകളാണ് ഈ വിളിച്ച് പറയുന്നത്? നിങ്ങൾക്ക് സാമാന്യ മര്യാദയ്ക്ക് സംസാരിക്കാൻ അറിയില്ലേ? നിങ്ങൾ ഈ വീഡിയോയ്ക്ക് ശേഷം ഇട്ടൊരു വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ടായിരുന്നു, എനിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അതിന് അഭിപ്രായം പറഞ്ഞത്. ആയിക്കോട്ടെ, നിങ്ങൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യം ഉള്ളത് പോലെ തന്നെ ആ പോസ്റ്റ് ഇട്ട വ്യക്തിക്ക് ആൾ എന്ത് ഡ്രസ്സ് ഇടണം, ആൾ എന്ത് പോസ്റ്റ് ഇടണം എന്നുള്ള തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ ചെയ്യേണ്ട ഒരൊറ്റ കാര്യമുള്ളൂ, നിങ്ങൾ എന്തിനു വേണോ റിയാക്ട് ചെയ്യാം, എന്തിനു വേണോ അഭിപ്രായം പറയാം. പക്ഷെ ഈ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് മറ്റുള്ളവന്റെ നെഞ്ചത്ത് കയറാനുള്ള സ്വാതന്ത്ര്യം എന്ന അർത്ഥമൊന്നുമില്ല. ഇനിയെങ്കിലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നിങ്ങൾ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അതൊക്കെ വിട്ടേക്ക്. ഇനിയെങ്കിലും സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ ഇതുപോലൊരു പ്ലാറ്റ്ഫോമിൽ സംസാരിക്കുമ്പോൾ സാമാന്യ മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കുക. കുഞ്ഞു മക്കൾ കാണുന്നതാണെന്നുള്ളൊരു ബോധത്തോടു കൂടി സംസാരിക്കുക.